ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവയും പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിതിലേക്കൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികൾ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ, കാരണം നമ്മളിതിലേക്ക് റവ ചേർത്ത് വാട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ റവയിലേക്കും കൂടെ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർക്കുന്ന സമയത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. റവ ഒന്ന് കുക്കായിട്ട് കിട്ടണം. ചെറിയ തീയിൽ നമുക്ക് 5 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും റവ ഒന്നുകൂടെ വെന്ത് അതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും, ഒന്ന് കട്ടയായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വലിയൊരു ഉരുളാക്കിയിട്ട് ഒരു പിടിയെടുത്തിട്ട് വലിയൊരു ഉരുളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 2 പുഴുങ്ങിയ മുട്ട ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ആവശ്യത്തിനുള്ളത് ഈ റവയുടെ പരത്തി വെച്ച കൂട്ടില്ല അതിനുള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. കോഴിമുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ മുറിച്ചിട്ടും വെക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ, ചെറുതാക്കി മുറിച്ച് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. കയ്യിൽ എണ്ണ പുരട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോഴിമുട്ടയാണെങ്കിലും ഈ റവയുടെ കൂട്ടാണെങ്കിലും ഒക്കെ നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. നമ്മളിത് ചെറിയ തീയിലൊക്കെ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കരിഞ്ഞു പോവാതെ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. കണ്ടോ, നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടില്ലാത്ത എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ, പൊടിഞ്ഞു പോകും. കണ്ടോ, നമ്മുടെ സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.